ഈ ശബ്ദപരിധിയിൽ നിന്ന് അങ്ങ് അടുത്തും അകലെയുമായി വീക്ഷിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്ക് നിങ്ങളുടെ ഊഷ്മളമായ സ്നേഹാഭിവാദനങ്ങൾ നേരുകയാണ്. ഒട്ടനവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിലെ വിപ്ലവാത്മകമായ പ്രഭാഷണങ്ങൾ നൽകുവാൻ ഭാഗ്യം സിദ്ധിക്കപ്പെട്ട പ്രബുദ്ധരായ ദേശനിവാസികളാണ് ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ വീക്ഷിക്കുന്നത് എന്ന് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ തന്നെ ക്രിസ്തുവേശുവിന്റെ പാവന പുണ്യ പവിത്ര സുവിശേഷങ്ങളുടെ വിളംബരങ്ങൾക്ക് ഏറെ ഈടുറ്റ ചരിത്രമുറങ്ങുന്ന പൂങ്കാവ് എന്ന ഈ മനോഹരമായ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സമ്മതിപ്പാൻ ലഭ്യമായ ഈ അവസരത്തെ ഞങ്ങൾ ഭാഗ്യമായി കണക്കാക്കുകയാണ്. എന്റെ ബഹുമാന്യ ശ്രോതാക്കളെ, നമ്മളൊരു മനോഹരമായ നാട്ടിലാണ് ജനിച്ച് വളർന്ന് ജീവിക്കുന്നത് എന്ന അഭിമാന ബോധം നമുക്കുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇന്ന് വസിക്കുന്ന ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ നടമാടുന്ന വിവിധ വിഷയങ്ങളെപ്പറ്റി ആശങ്കയും അപ്പോൾ തന്നെ ഭീതിയോടെയും നോക്കിക്കാണുന്ന പ്രബുദ്ധരായ മാന്യമിത്രങ്ങളാണ് ഈ ശബ്ദ സംവിധാനത്തിന്റെ അകമ്പടിയിൽ ഞങ്ങൾ വീക്ഷിക്കുന്നത്. നമ്മുടെ നാട് എത്രയോ മനോഹരമായ നാടാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ നാട് സാക്ഷര കേരളമാണ്, സുന്ദര കേരളമാണ്, സമഗ്ര കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെയുള്ള വാഴ്ത്തിപ്പാടലുകൾ കൊണ്ടും വിശേഷണങ്ങൾ കൊണ്ടും ഏറെ അഭിമാനപൂരിതമാണ് നമ്മുടെ നാട്. അതുകൊണ്ടല്ലേ ഇവിടെ പിറന്നു വീണ നവോത്ഥാന നായകന്മാർ, ചരിത്രകാരന്മാർ, ദാർശനിക ഗ്രന്ഥകാരന്മാർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ ഉന്നതീകരിക്കപ്പെട്ട പല ആളുകളും ഈ നാടിനെ പറ്റി എത്രയോ ആത്മാർത്ഥമായി അവർ തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. ഒട്ടനവധി കാവ്യാത്മകമായി ഈ നാടിന്റെ ഭംഗിയെ അവർ വിവരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നവരുണ്ട്. കവിതാഭാഗങ്ങൾ ഞാൻ ഉദ്ധരിക്കുന്നു. ഒന്ന്, കേരളം എന്ന് കേട്ട തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ നിന്നാണ്. കേരളം നമ്മുടെ അഭിമാനമാണ്. മാമലനാടും മലയോര നാടും തീരപ്രദേശങ്ങളുമൊക്കെ അണിനിരക്കുന്ന മനോഹരമായ നാട്. ഉച്ചയാം വിരിപ്പിട്ട് സഹിൽ തലവച്ചും സജാപ്തമാം മണൽത്തിട്ടും പാദോപദാനം കൊണ്ടും പള്ളി കൊണ്ടിടുന്ന പാർശ്വയുഗ്മത്തെ കാത്തുകൊണ്ടിടുന്ന കുമാരിയും മോഹർണീഫിനുമമ്മേ അഴിവീജികൾ അരിവേലം വെണ്ണുരകളാൽ പോലത്തവ ചാരുതൃപ്പാതകൾ നിന്നൊക്കെ കവിവരന്മാർ പാടിയ മനോഹരമായ ഈ നമ്മുടെ മലയാള നാട് 38,863 ചതുരശ്ര വിസ്തൃതി കിലോമീറ്റർ കൊണ്ട് പൂവടിയുന്ന ഈ നാട് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി നാട്ടിൽ നടക്കുന്ന ദൃശ്യമാധ്യമങ്ങളും വർത്തമാന മാധ്യമ പേജുകളൊക്കെ മാറി പരിശോധിച്ചാൽ എണ്ണമറ്റ കൊലപാതക പരമ്പരകൾ കൊണ്ട്, പീഡന പരമ്പരകൾ കൊണ്ട്, ആക്രമണ പരമ്പരകൾ കൊണ്ട്, അനീതിയുടെ പരമ്പരകൾ കൊണ്ട്, അസന്മാർഗികതകളുടെ പരമ്പരകൾ കൊണ്ട് നമ്മുടെ നാട് ദുരന്തങ്ങൾ കൊണ്ട് സംജാതമാകുകയാണ് എന്ന കാര്യത്തിൽ ഒരു നേരമെങ്കിലും തലയിലെണ്ണ വെച്ച് കുളിച്ചൊരു മലയാളി അതിനെ എതിർക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം അത്രയ്ക്ക് മൃഗം പോലും മനുഷ്യനെ പുച്ഛിക്കത്തക്ക രീതിയിൽ അക്രമവാസനയോടെ ഇവിടെ ഒരു സമൂഹം എഴുന്നേറ്റ് നിൽക്കുന്നു എന്നത് എത്രയോ വേദനാജനകമായ സത്യമാണ്. കിഴക്കൻ ചക്രവാളത്തിലെ സൂര്യോദയം കണ്ടനന്തരം നമ്മുടെ വീടിന്റെ അങ്കണമതോ മുറ്റത്ത് വന്നു വീഴുന്ന ഏതേത് പത്രമാധ്യമത്താളുകൾ പരിശോധിച്ചോ, മാതൃഭൂമിയോ, മനോരമയോ, മംഗളമോ, കേരള കൗമുദിയോ, ദേശാഭിമാനിയോ, ദീപികയോ, തനിമയോ, തെളിമയോ, സുപ്രഭാതമോ, ഏതേത് പത്രമാധ്യമത്താളുകൾ പരിശോധിച്ചാലും എന്റെ മറ്റ് ആക്രമണ വാസനകൾ കൊണ്ട് നമ്മുടെ വർത്തമാനകാല വാർത്തകൾ പച്ചമനസാക്ഷിക്ക് വെറുപ്പുളവാക്കത്തക്ക രീതിയിൽ ദുരന്തപൂർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഒരർത്ഥത്തിൽ സത്യത്തിൽ ഇന്നലത്തെ വാർത്ത ഒരല്പം ഭേദമുണ്ടെന്നാണ് പ്രഭാതത്തിൽ മലയാളിക്ക് ഒരു പക്ഷെ ബോധ്യമുണ്ടായത്. ഈ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ രാവിലെ പ്രഭാതത്തിലേക്ക് ഏത് ചാനലുകൾ മാറ്റി മാറ്റി മറിച്ചോ നോക്കിയാൽ കൊലപാതക പരമ്പരകളും ആക്രമണ പരമ്പരകളുമൊക്കെ രാവിലെ ദൃശ്യമാധ്യമ രംഗം നിറയുമ്പോൾ ഇന്നലെ ഒരു അല്പം ഭേദമുണ്ടായിരുന്നു. കാരണം വിണ്ണിലും മണ്ണിലും താരങ്ങളായി മാറിയ സുനിത വില്യംസിന്റെയും ബൂജി വിൽമോറിനെ പറ്റിയുമുള്ള ചില വാർത്തകളായിരുന്നു രാവിലെ 2:30 തൊട്ട് എല്ലാ ദൃശ്യമാധ്യമങ്ങളും ലൈവ് ടെലികാസ്റ്റിംഗ് ചെയ്തത്. ഞാനിത് ഓർമ്മപ്പെടുത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ മറ്റേ ആക്രമണ പരമ്പരകളൊന്നും നടക്കാഞ്ഞിട്ടല്ല. പിന്നീട് ഉച്ച തൊട്ടുള്ള വാർത്തകൾ പരിശോധിച്ച് കൊല്ലം ജില്ലയിൽ ഒരു 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയും ദീർഘവർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ ഒറ്റക്കുഞ്ഞ് 2.5 വയസ്സ് മാത്രം പ്രായം കുഞ്ഞിനെ കൊന്നിട്ട് അപ്പനും അമ്മയും കൂടി ആത്മഹത്യ ചെയ്ത വാർത്ത മലയാളി മനസാക്ഷിയെ മരവിപ്പിച്ചുപോയി. എത്രയെത്ര സംഭവങ്ങൾ പെറ്റ അമ്മയെയും പോറ്റി വളർത്തിയ അപ്പനെയും നിഷ്കരണം കൊല്ലുവാനും തല്ലുവാനും ഒരു മടിയുമില്ലാത്തൊരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരികയാണ്. ഒരുപക്ഷെ ഇത്തരം സന്ദേശങ്ങൾ ഇതുപോലെയുള്ള കവലകളിൽ പ്രസംഗിക്കുമ്പോൾ പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഇത്തരം സന്ദേശങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ പള്ളിക്കകത്തോ നിങ്ങൾ കൂടി വരുന്ന ഏതെങ്കിലുമൊക്കെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് മാത്രം പ്രസംഗിച്ചാൽ പോലെ എന്തിനാണ് ഈ തെരുവാരങ്ങൾ തിരഞ്ഞെടുത്ത് പ്രസംഗിക്കുന്നത്? പരസ്യമായി ഈ പരസ്യവേദികളിൽ എന്തിനാണ് പ്രസംഗിക്കുന്നത് എന്നൊരു ബോധ്യം ചില ആളുകൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒറ്റക്കാരി പ്രാരംഭമായി ഇങ്ങനെ പറഞ്ഞ് ഞാൻ വെക്കുകയാണ്: എന്തുകൊണ്ട് പരസ്യമായി ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുന്നു? യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് മല്ലേശ്വരിയുടെയും മിഷൻ ജാതി ഗോസ്പൽ ടീമിന്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ ഈ പ്രഭാതത്തിൽ ആരംഭിച്ച് പ്രദക്ഷിണ വേളയിൽ സമാപനം പൂങ്കാവിന്റെ മണ്ണിൽ കൊള്ളുന്ന ഈ മനോഹരമായ പുണ്യ നിമിഷത്തിൽ എന്തിന് ഞങ്ങൾ പരസ്യമായി പ്രസംഗിക്കുന്നു? ഉത്തരം: വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു മനോഹരമായ ഒരു വേദസൂക്തമുണ്ട്. ആ വേദസൂക്തം ഇങ്ങനെയാണ്: അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം നൽകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഞാൻ ആ വേദസൂക്തം ഒന്നും കൂടി പൂങ്കാവിന്റെ മണ്ണിൽ ഉദ്ധരിക്കട്ടെ. അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം നൽകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പദം ഇത്രയുള്ളൂ: പരസ്യമായി നിർത്തി. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയുടെ മലമുകളിൽ പാപപരിഹാര ബലിയായി തീർന്ന ശ്രീയേശു ക്രിസ്തുവിന്റെ മരണം ഏതെങ്കിലും ഒളിവിടങ്ങളിലായിരുന്നില്ല, ഏതെങ്കിലും ഒതുങ്ങിയും പാത്തുമൊളിച്ചായിരുന്നില്ല. പിന്നെയോ പരസ്യമായിട്ടായിരുന്നു ക്രിസ്തുയേശുവിന്റെ മരണം. അവനെ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം നൽകേണ്ടതിന് ദൈവം അവരെ ഒളിവിടങ്ങളിലല്ല നിർത്തിയത്, പിന്നെയോ പരസ്യമായിട്ടാണ് നിർത്തിയത്. അങ്ങനെയെങ്കിൽ മാനവിക സമൂഹത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരസ്യമായി നിൽക്കപ്പെട്ട, പരസ്യമായി തകർക്കപ്പെട്ട യേശു ക്രിസ്തു വിഭാവനം ചെയ്യുന്ന സുവിശേഷം ഞങ്ങൾ ഒളിവിടങ്ങളിലല്ല പ്രസംഗിക്കുന്നത്, അത് പരസ്യമായി തന്നെ പ്രസംഗിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പൂങ്കാവിൽ എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളെ, എന്തിന് ഈ സന്ദേശങ്ങൾ പരസ്യമായി പ്രസംഗിക്കുന്നു? പരസ്യമായി തകർക്കപ്പെട്ട് ഞങ്ങളുടെ ആത്മനാഥന് ഞങ്ങൾ പരസ്യമായി തകരപ്പെടേണ്ടി വന്നാലും ഞങ്ങൾ അവരെ പരസ്യമായി ഉയർത്തുക തന്നെ ചെയ്യുമെന്നത് ഞങ്ങളുടെ ആത്യന്തികമായ നിലപാടാണ്. ആ നിലപാടിന് ഒരു ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ നാടിന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിയുടെ
മായാവലയത്തിലും ലഹരിയുടെ അടിമത്തത്തിലുമൊക്കെ യുവതലമുറകൾ അന്യാധീനപ്പെട്ടു പോകുന്ന ഈ കാലം എത്രയോ വേദനയുളവാക്കുന്ന രംഗമാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ചോദിച്ചേക്കാം, നാടിനെയും നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും സമൂഹത്തെയും ഒക്കെ നന്നാക്കാൻ ഇവിടെ പോലീസ് അധികാരികളുണ്ട്, ഭരണശിലാ കേന്ദ്രങ്ങളുണ്ട്, നീതിന്യായ പീഠങ്ങളുണ്ട്, ഉന്നതമായ ബ്യൂറോക്രസികളുണ്ട്, മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുണ്ട്, എക്സൈസ് വകുപ്പുണ്ട്, ഡി സെന്ററുകളുണ്ട്, പിന്നെ വിവിധ തസ്തികകളിൽ മനോഹരമായ വകുപ്പുകളുണ്ട്. പിന്നെ നിങ്ങളെ പോലെയുള്ള പ്രസംഗത്തിന്റെ പ്രസക്തി എന്താണെന്ന് ആരെങ്കിലും കുറഞ്ഞ പക്ഷം ചോദിക്കുന്ന പക്ഷം നിങ്ങളോടൊരൊറ്റ ഉത്തരം, ഇന്നലത്തെ മഴയത്ത് പൊട്ടിമുളച്ച സംവിധാനങ്ങളല്ല ഈ വിധ വകുപ്പുകളൊക്കെ തന്നെ. പിന്നെയോ മലയാളക്കര ഓർമ്മ കാലം മുതലേ കേരളപ്പിറവി അനന്തരം ഈ വിധ വകുപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ മനുഷ്യനെ മാറ്റം വരുത്താൻ കഴിയുക എന്ന് ചോദിച്ചാൽ പൂങ്കാവിൽ ഞങ്ങൾ നിസ്സംശയമായി പ്രഖ്യാപിക്കട്ടെ, മനുഷ്യനെ ആത്യന്തികമായി മാറ്റം വരുത്തുവാൻ കഴിയാതെ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ അമ്മ പരാജയപ്പെടുന്നു എന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. കാരണം ഒരു കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രസംഗിച്ചൊരു ഭൂതകാലം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഭൂതകാലത്തിന്റെ സ്മരണകളെ മുൻനിർത്തി പറയട്ടെ, മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കാൻ അവനിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് നേരെയുള്ള നേർപ്പാതയിലേക്ക് നയിക്കാൻ ഇവിടുത്തെ ഒരു തത്വശാസ്ത്രങ്ങൾക്ക്, ഒരു രാഷ്ട്രീയ മീമാംസകൾക്ക്, ഒരു ഇതിഹാസങ്ങൾക്ക് കഴിയാൻ നമ്മെ പരാജയപ്പെടുമ്പോൾ പൂങ്കാവിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ഉജ്ജ്വലമായ മാർഗമുണ്ടെങ്കിൽ, ഒരു സനാതനമായ മാർഗമുണ്ടെങ്കിൽ, സത്യസന്ധമായ മാർഗമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ടുകൊണ്ട് ഇവിടെ നാട്ടിൽ അരാജകത്വവും അരക്ഷിതാവസ്ഥയും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനുദിനം വന്ന് വീടുന്ന പത്രമാധ്യമങ്ങൾ പരിശോധിച്ച്, ഏറിയ പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് പലതും കണ്ടെത്താൻ കഴിയും. പണ്ടൊക്കെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഒരു കൊലപാതക കുറ്റം ആരെങ്കിലും ഒരാൾ അറിയാതെയോ അറിഞ്ഞോ ചെയ്തെന്നിരിക്കട്ടെ, പിന്നെ കേൾക്കുന്ന വാർത്ത കുറ്റകൃത്യം ചെയ്ത പ്രതി ഒളിവിലാണെന്ന വാർത്തയാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. കുറ്റകൃത്യം ചെയ്ത പ്രതി ഒളിവിൽ. പിന്നെ വിജിലൻസ് അന്വേഷണമായി, ക്രൈംബ്രാഞ്ച് അന്വേഷണമായി, പിന്നെ CBIയുടെ അന്വേഷണമായി, പിന്നെ മറ്റേ വിവിധ വകുപ്പുകൾ, ഇന്റലിജൻസ് ഒക്കെ ആകമാനം പരിശോധന നടത്തും ഒളിവിൽ പോയ പ്രതിയെ പിടിക്കാൻ വേണ്ടി. കുറ്റം ചെയ്താൽക്കും ഒരു പേടി, നിയമത്തിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങണം, പിന്നെ വല്ല വിധേനയും പോയി രക്ഷപ്പെടാം, ഒളിവിൽ പോകാം, അല്ലെങ്കിൽ ചിലർ ആത്മഹത്യ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് കാലം പുരോഗമിച്ച് ശാസ്ത്രം വളർന്നു, ടെക്നോളജി വിദ്യ വളർന്നു, സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചു. ഈ കാലത്തൊരു പ്രശ്നം, ഇന്ന് ഒന്നല്ല ഒരാളെണ്ണത്തെ കൊന്നാലും ഒരു ഉളുപ്പുമില്ലെന്ന് പറയാം. മനസാക്ഷിക്കൊരു കുറ്റവാദവുമില്ലാതെ നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഇപ്പോഴത്തെ ട്രെൻഡാണ്. വെഞ്ഞാറമൂട്ടിൽ 23 വയസ്സുകാരൻ ഒരു പയ്യൻ, അഫാൻ എന്ന പേര്, അവരെ പയ്യനെന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു നരാധമൻ. ഈ 23 വയസ്സുകാരൻ 6 എണ്ണത്തെ കൈ കരുതി ചുറ്റികയ്ക്ക് തലക്കടിച്ചു പോകും. ഒരാൾ സ്വന്തം ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കേണ്ടവൻ നെറ്റിക്ക് ആ കഴുത്തിന് മൊക്കെ ഷാള് കുരുക്കി തറലൊറ്റ അടിയായിരുന്നു. 6 പേരെ മൃഗീകമായി ആക്രമിച്ചു. പക്ഷെ 5 എണ്ണം മരിച്ചു. 5 എണ്ണത്തെ കൊന്നിട്ട് ഒരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ 5 എണ്ണത്തെ കൊന്നിട്ടാ വന്നത്. അത് കേട്ടവര് തന്നെ പേടിച്ച് ഭയപ്പെട്ടു. പക്ഷെ ചെയ്ത പ്രതിക്കൊരു കുറ്റബോധവുമില്ല, മനസാക്ഷിക്കൊരു നൊമ്പരവുമില്ല. എന്താണ് ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത്? സത്യം. പണ്ടേ അമ്മമാരെ സ്നേഹിക്കുന്ന
അമ്മമാരെ വാത്സല്യിക്കുന്നൊരു ഭൂതകാലമാണ്. എന്നെ കേൾക്കുന്ന ഒത്തിരി പ്രബുദ്ധരായ ദേശനിവാസികൾ കേൾക്കുന്നുണ്ടല്ലോ. അമ്മമാരെ സ്നേഹിക്കുന്ന, താലോലിക്കുന്ന മക്കൾ എത്രയോ. ആ വിധ ഭംഗി വീടിൻ്റെ കുടുംബാന്തരീക്ഷങ്ങളിൽ വിളങ്ങി തിളങ്ങി നിന്ന അന്തരീക്ഷമായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ താമരശ്ശേരി ചുരം കയറും. ചുരത്തിന് താഴ്ന്ന സ്ഥലം അടിവാരം. അടിവാരത്തൊരു പയ്യൻ ആഷിക്കെന്നാണ് പോലും. ഇവൻ മയക്കുമരുന്ന് അടിമപ്പെട്ടത് കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിട്ടു. എന്തിന് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിട്ടു? നന്നാക്കാൻ. പക്ഷേ സ്വന്തം അമ്മ ബ്രെയിൻ ട്യൂമർ ബാധിച്ചുകൊണ്ട് സൗഹാർദ്ദത്തിന്റെ മാനവ മൈത്രിയുടെ പുണ്യം നിറയുന്ന നാട്ടിൽ നമ്മുടെ പത്തനംതിട്ടയിൽ പിന്നെ ഞങ്ങൾ കുറെ കാലമായി, ഞങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ കുറെ കാലമായി ലഹരിക്കെതിരെ സന്ധിയില്ല സമര പോരാട്ടം നടത്തുകയാണ്. ഇപ്പം ചില സാമൂഹിക മാധ്യമങ്ങളും മറ്റും ഇപ്പോഴാണ് ആ പരിപാടി തുടങ്ങിയത്. ഞങ്ങൾ പണ്ടേ തുടങ്ങിയത്. ഒരു പ്രശ്നം ഇത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യൂസ് കിട്ടാനും ചാനലിലെ റേറ്റിംഗ് കൂട്ടാനും ഒക്കെ പറ്റുന്ന ഒരു കോമാളിത്തരം. കാരണം ഞങ്ങൾ തുടങ്ങിയിട്ട് കുറെ കാലമായി. BC 2250 ഹബ്ബുറാബി തുടക്കമിട്ടൊരു പോരാട്ടം ഉണ്ടായിരുന്നു. മദ്യത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണം. ആ പരിപാടി കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോയി. BC 820 ലൈസർഗസും അടുത്തൊരു പോരാട്ടം തുടങ്ങി. പിന്നെ 1847 മദ്യപിൻ വിനാശകം, 1907 മദ്യപിൻ നിരോധ സഭ എന്നിങ്ങനെയുള്ള സുസംഘടിത പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടു. ഈ ദുസ്വാധീനത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണം. സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട പോർമുഖങ്ങളിൽ അഗ്നിയായി മാറിയ മഹാത്മാഗാന്ധിജിയുടെ ഉജ്ജ്വലമായ പ്രഖ്യാപനം ലഹരി പാനീയങ്ങൾ ഇല്ലാത്ത രാജ്യമാക്കേണ്ട നമ്മുടെ സ്വതന്ത്ര ഭാരതം. ഇനി 1908 ലോകമാന്യ തിലകൻ അവകാശപ്പെട്ടു, മദ്യത്തിന്റെ ദുസ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാതെ മാനവിക സമൂഹം ഉദ്ധരിക്കപ്പെടില്ല. ഇനി ഈ നാടിന്റെ ഭംഗി ആസ്വദിക്കാൻ വന്ന ഹാഫിയാനും ബിബിനും ഒത്തുത്തിയും മെഗാസിനിസ് അടക്കമുള്ള മറ്റേ പാശ്ചാത്യർ പറഞ്ഞു, മദ്യപാന്മാരും മയക്കുമരുന്നുമൊക്കെ ഏറെ കുറവുള്ളവരാണ് ഈ ഭാരതത്തിൽ വസിക്കുന്നത്. ഇന്ന് എല്ലാ രാജ്യങ്ങളെയും കടത്തിവെട്ടി ആ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുകയാണ്. ബൈബിളിലെ നെഹെമ്യാവിനും നാസിർവദസ്സിനും ഒക്കെ മദ്യവർജനത്തിന്റെ പോരാട്ട വക്താക്കളായിരുന്നു. പൈതഗോറസും സിസോറയും അശോക ചക്രവർത്തിയും ടിപ്പു സുൽത്താനും അക്ബറും ചന്ദ്രസേനും ഔറംഗസേബ് അടക്കമുള്ളവരൊക്കെ ഇതിനെതിരെ പോരാട്ട വീരം നയിച്ചവരാണ്. എല്ലാം ഒരു കാലം കഴിയുമ്പോൾ അവരുടെ ആശയങ്ങൾ, അവരുടെ ആശയധാരകളൊക്കെ ഈ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് അവരെല്ലാം കടന്നുപോയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ പിന്നെ ചാനലുകാർ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോഴും ഇതിവിടെ കണ്ടി 24-ന്റെ ആണ്. ഇനിയിപ്പോൾ റിപ്പോർട്ടർ TVയും ഇതുപോലെ ഒരു നടത്തുന്നുണ്ട്. അവർ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം, ഇവർ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡും. ഇനിയൊരു പക്ഷെ പല ചാനലുകാരും നടത്താൻ സാധ്യതയുണ്ട്. എല്ലാം ഒരു കേരള യാത്രയുടെ പര്യവസാനിപ്പിച്ചേക്കാം. ഒരു കാര്യം ഞാൻ വ്യക്തമായും സുവ്യക്തമായും ഈ ദേശത്തോട് പറയട്ടെ, മനുഷ്യനാക്കി തീർക്കാൻ കഴിയുന്ന മനോഹരമായൊരു സന്ദേശത്തിന്റെ വക്താക്കളായിട്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ വന്നു നടക്കുന്നത്. കാരണം ഒരു ഭൂതകാലത്തിലേക്ക് കടന്നുപോയാൽ പെറ്റയമ്മയ്ക്കും ജന്മം നൽകിയ പിതാവിനും ഒരേ രക്തത്തിൽ പിറന്ന സഹോദരങ്ങൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ കൊള്ളാത്തൊരു ഭൂതകാലം ഞങ്ങളുടെയൊക്കെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു. ഇവനെന്തിനു ജീവിക്കുന്നു, എന്റെ മകനാണെന്ന് പറയാൻ അപമാനം മാറിക്കൊണ്ട് ജീവിച്ച മാതാപിതാക്കൾ ഞങ്ങളിൽ പലരുടെയും ഭൂതകാലത്തുണ്ടായിരുന്നു. ആ വിധ വ്യവസ്ഥകളിൽ നിന്നൊക്കെ ഞങ്ങളെ മാറ്റിമറിച്ച് സമൂഹത്തിന്റെ നാനാതുറകളിൽ ഞങ്ങളെ ഉത്തമരാക്കി, ഉന്നതരാക്കി, ഉത്കൃഷ്ട മാനസികമാക്കി ഞങ്ങളെ തീർത്ത പല മാർഗങ്ങളില്ല. ഒരൊറ്റ മാർഗം, അതാണ് സുവിശേഷത്തിന്റെ ഉന്നതമായ ഔന്നത്യമേറിയ മാർഗം എന്നുള്ളത്.
എന്റെ മാന്യമിത്രങ്ങളെ, ഇന്ന് ഇവിടെ സംഭവിക്കുന്ന പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങളൊക്കെ ആകമാനം പരിശോധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞു പത്തിന് വാർത്ത, അടിവാരം വയനാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ താമരശ്ശേരി ചുരത്തിന് താഴെ സ്ഥലം അടിവാരം. അവിടെ ആഷിഖ് എന്ന് പറഞ്ഞ മനുഷ്യൻ, ഒരു പയ്യൻ സുബൈദ എന്ന തൻ്റെ സ്വന്തം അമ്മയെ, ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കിടന്ന അമ്മ മോനെ ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. മോൻ വരുമ്പോൾ സത്യത്തിൽ രോഗവും ഒക്കെയുള്ള മാതാപിതാക്കൾക്ക് മക്കൾ ഒന്ന് അടുക്കൽ വരുമ്പോൾ അവരുടെ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഒരല്പമായ ശാന്തതയും ശാലീനതയും സൗമ്യതയും ഒരു സന്തോഷവും സൗഖ്യമൊക്കെയാണ് ഉള്ളതാകുന്നത്. പക്ഷെ സുബൈദാമ്മ കാത്തിരുന്നപ്പോൾ നരാധമനായ ആഷിഖ് വന്നിട്ട് കഴുത്തിൽ കടാല് കുത്തിയിറക്കുന്ന രംഗമാണ് മലയാളി കേട്ടത്. ആഷിഖിനെ പിടിച്ച് കോടതി മുറി കൊണ്ടുപോയി വിചാരണ വേളയിൽ കോടതി മാറി മാറി ചോദിച്ചു, 9 മാസം 9 നാഴികയും 9 വിനാഴികയും കൊണ്ട് നിന്നെ പറ്റുക, നിന്റെ അമ്മയെ നീ എന്തിനാ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു കൂസലുമില്ലാതെ ഒരു ഭയവുമില്ലാതെ ഈ നരാധമനായ ആഷിഖ് പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയെ കൊന്നത് എന്തിനാണെന്ന് കോടതി മാറി മാറി ചോദിച്ചപ്പോൾ ഉത്തരം, എനിക്ക് ജന്മം നൽകിയത് കൊണ്ടാണ് ഞാൻ കൊന്നതെന്ന്. കാലം പോയമൊക്കെ ജന്മം നൽകിയതുകൊണ്ട് മാതാപിതാക്കളെ പോറ്റിപ്പുലർത്തി വളർത്തി, ജന്മം നൽകിയതുകൊണ്ട് മാതാപിതാക്കളെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഈ ലോകത്തൊരു ജന്മം നൽകിയ അമ്മയെ സ്നേഹിക്കുന്ന ഒരു പൂർവിക തലമുറ ഉണ്ടായിരുന്ന കാലത്ത് ഇന്ന് ജന്മം നൽകിയതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ കൊല്ലുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഷിഖിന്റെ പേരും അവന്റെ ഉള്ളിൽ കൊടികൊണ്ടിരുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിനെയും ലഹരിയൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ മാരകമായ ഒരു വലിയ വിപത്ത് അവന്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. ആ വിപത്തിനെതിരെ സമ്മയില്ലാത്ത സമര പോരാട്ടത്തിന്റെ പോർമുഖങ്ങൾ തുറക്കുന്ന ഒരു മനോഹര സന്ദേശത്തിന്റെ വാഹികനായി ഞാൻ നിങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയട്ടെ, ഇന്ന് മാനവിക സമൂഹം അഭിമുഖീകരിക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും മൂലകാരണമെന്ന് ചോദിച്ചാൽ അതാണ് പാപം. പാപത്തിന്റെ ഭംഗുരമാസങ്ങളിൽ പാപത്തിന്റെ മലിനതകളിൽ പെട്ടുകൊണ്ട് മാനവിക സമൂഹം അമ്പാടെ പരാജയത്തിലേക്കും ദുഃഖപൂർണമാകുന്ന ഗുണന്താന്തരീക്ഷത്തിലേക്കും മാനവിക സമൂഹം തന്നിമാറുമ്പോ ഞാൻ എന്റെ മാന്യപ്രബുദ്ധരായ ദേശനിവാസികളോട് പറയട്ടെ, ലോകത്തിൽ നടക്കുന്ന ഏത് ദുരന്തങ്ങൾക്കും പിന്നിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിൽ ചില മൂലകാരണം പറയാനുണ്ട്. നമ്മുടെ നാട് ജീവിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അപ്പുറം അതിജീവിക്കാൻ പരിശ്രമിക്കുന്നവരുടെ നാടാണ്. എന്താ ഒരു പ്രശ്നം? പ്രളയമാകട്ടെ, COVID-19 എന്ന പാൻഡമിക് സിറ്റുവേഷനുകളാകട്ടെ, ഉരുൾപൊട്ടലാകട്ടെ, സുനാമിയാകട്ടെ, ഭൂകമ്പങ്ങളാകട്ടെ, അടിവിട തട്ടാതെ പലതട്ടങ്ങളിലും മലയാളിയുടെ അവനവന്റെ സ്വന്തം നാടുകളിലൊക്കെ ചെക്കേറി ദുരന്തങ്ങൾ വാരി വിതറിയപ്പോൾ അവയെ അഭിമുഖീകരിച്ചുകൊണ്ട് പുറത്തു വന്ന ഒരു നല്ല സമൂഹമാണ് മലയാളി എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനമാണ്. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ദുരന്തങ്ങൾക്കൊക്കെ പല കാരണം പറയാനുണ്ട്. കഴിഞ്ഞിടയ്ക്കാണ് വയനാട് ചൂരൽമലയിൽ മുണ്ടക്കയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടലുണ്ടായപ്പോ പറഞ്ഞത് ഇങ്ങനെയാ, എന്തുകൊണ്ട് ഉരുൾപൊട്ടലുണ്ടായി? പരിസ്ഥിതി ഗവേഷകർ പറഞ്ഞു, ശീതപാളികളുടെ ശക്തിക്ഷയവും മൺപാളികളിലെ രാസഭൗതിക മാറ്റങ്ങളുമാണ് ഉരുൾപൊട്ടലിന് കാരണം. ചിലര് പറഞ്ഞല്ല, ശക്തമായ വർഷപാതകമാണ്. ചിലര് പറഞ്ഞല്ല, സസ്യലതാദികളുടെ പരിക്രമവും ദ്രവീകരണമാണത്. അപ്പൊ ഉരുൾപൊട്ടലുണ്ടായതിന് പല കാരണം അവർ പറഞ്ഞു. ഇനി ഏതാ വിശ്വസിക്കേണ്ടത്? ഇനി കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചാൽ മതി എന്നായിരിക്കും അവരുടെ ധാരണ. പിന്നെ ഭൂകമ്പം എങ്ങനെ ഉണ്ടാകുന്നു? ഭൂകമ്പം ഉണ്ടായപ്പോഴേ ഇവിടുത്തെ ശാസ്ത്രീയ പാരിസ്ഥിതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവേഷകർ പറഞ്ഞു, 2 പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്.
ടെക്ടോണിക് ആക്ടിവിറ്റീസ് ആൻഡ് വോൾക്കാനിക് ആക്ടിവിറ്റീസ്, വിവർത്തന പ്രവർത്തനങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾക്കൊക്കെ അവർ വിശേഷണം നൽകി. എന്തുവായിക്കൊള്ളട്ടെ, ഇനി സുനാമി എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിനും വേറെ പല കാര്യം പറയും. ഗണ്യമായ ജലത്തിൻ്റെ സ്ഥാനചലനമാണ്. ഇനി ഹിമാനികളുടെ പ്രസവമാണ്, ഉൽക്കാശിലകളാണ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ്, സമ്മർദ്ദങ്ങളാണെന്നൊക്കെ പലതും പറഞ്ഞേക്കാം. ഭൂകമ്പമുണ്ടാകുന്നതിനും ഉരുൾപൊട്ടലുണ്ടാകുന്നതിനും സുനാമി ഉണ്ടാകുന്നതിനൊക്കെ ഒരു കാരണമല്ല, പല കാരണമാണ് പലരും പറയുന്നത്. ഞാൻ എൻ്റെ പ്രബുദ്ധരായ ദേശനിവാസികളോട് പറയട്ടെ, മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും പല കാരണമല്ല, ഒറ്റ കാരണം. ആ കാരണത്തിന്റെ പേരാണ് പാപം. ചിലർ പറയും, ജനിച്ച കാലം മുതൽ ഇന്ന് വരെയും ആരുടെയും ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. എന്റെ സ്വന്തം അപ്പന്റെയും അപ്പയുടെയും കണ്ണിൽ നിന്ന് ഒരിച്ചു കണ്ണിനീര് ഞാൻ മുഖേന വീണിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ പാപിയാകും? പിന്നെയോ, നാട്ടിലൊരു അരക്ഷിതാവസ്ഥ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, കൊലപാതകം ചെയ്തിട്ടില്ല, അക്രമങ്ങൾക്കും അനീതികൾക്കും കൂട്ടുനിന്നിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ പാപിയാകും? പൂങ്കാവിൽ എന്നെ കേൾക്കുന്ന പ്രബുദ്ധ ദേശനിവാസികളെ, ഈ നാട്ടിലൊരു 5 മൂർക്കം പാമ്പുണ്ടെന്നിരിക്കട്ടെ. 5 മൂർക്കം പാമ്പ് വിഷമുള്ളതാണല്ലോ. മൂർക്കം പാമ്പ് വിഷമുള്ളതാണ്. മൂർക്കം പാമ്പ് 5 മൂർക്കം പാമ്പിൽ 4 ആളുകളെ കടിച്ചിട്ടുണ്ട്, 4 ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്. 4 ആളുകളെ ഉപദ്രവിക്കുകയും പാമ്പിന്റെ കടിയേറ്റ് പലരും അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ഏർപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. 4 മൂർക്കം പാമ്പ് ആളുകളെ കടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഒരെണ്ണം ഇന്നേ വരെ ആരെയും കടിക്കുകയും ഉപദ്രവിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു മൂർഖം പാമ്പ് ഇന്ന് വരെ ആരെയും കടിക്കാത്തത് കൊണ്ട് ഒരു നേരമെങ്കിലും അരിയാഹാരം കഴിച്ചൊരു മലയാളി, വല്ലപ്പോഴുമെങ്കിലും പച്ച വെളിച്ചെണ്ണ തലയിൽ തൊട്ട് തയ്ച്ച് കുളിച്ച ഒരു മലയാളിയും പറയില്ല കടിക്കാത്ത പാമ്പിന് വിഷമില്ല എന്ന്. പാമ്പാണ് എങ്കിൽ പാമ്പിന്റെ ഉള്ളിൽ വിഷമുള്ളതുപോലെ, അത് കടിച്ചാലും ഇല്ലെങ്കിലും വിഷമുള്ളതുപോലെ മനുഷ്യനായ ഏതൊരാളും തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും പാപത്തിനടിമയാണെന്ന കാര്യത്തിൽ സംശയം ലവലേശം വേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ആളുകൾ ചോദിച്ചേക്കാം, പാപത്തിന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ഭീതിപ്പെടുത്താനോ വരട്ടാനുമാണോ? അല്ല. ഇവിടെ ആർക്കും ഭയം, ആർക്ക് പേടി? എന്തെങ്കിലുമൊക്കെ അല്പം പണവും കൈക്കും കാലിനുമൊക്കെ ഇച്ചിരി മസിലും ആരോഗ്യമുണ്ടെങ്കിൽ തണ്ടും തടിയും കാണിക്കാനും എന്തും ഏതിനോടും പ്രതികരിക്കാനും ഒക്കെ ഇന്ന് പലരും വളർന്ന് ഏതൊക്കെയാണെന്നുള്ള ധാരണ പലരുടെയും ഉള്ളിലായി കഴിഞ്ഞു. എന്റെ ശ്രോതാവേ, അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് നിനക്ക് തള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നീ വെറും അരിഷ്ട മനുഷ്യന് തുല്യമാണ്. എന്റെ മാലിമിത്രങ്ങളെ, ലോകത്തിലെ നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്താകട്ടെ, പണങ്ങളാകട്ടെ, ആരോഗ്യങ്ങളാകട്ടെ, എല്ലാം ഒരൊറ്റ നിമിഷം മതി കെട്ടടുങ്ങാൻ. നമ്മൾ സംരക്ഷിച്ച് സുരക്ഷിതമായി കടിക്കുന്ന ചില വലിയ വലിയ സിനിമാ താരങ്ങൾ, വലിയ സെലിബ്രിറ്റികളാകട്ടെ, പലരും രോഗങ്ങൾ വരാതിരിക്കാൻ, രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ അവരത്രയ്ക്ക് സജ്ജമായിട്ടാണ് പലരും കഴിയുന്നത്. ഞാൻ ആരുടെയും പേര് വിവരങ്ങളൊന്നും പരാമർശിക്കുന്നില്ല. അവരവരുടേതായ നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ സംരക്ഷിച്ച് ജീവിച്ച പലരും മാരക രോഗങ്ങൾ കടിമപ്പെട്ടിട്ടുണ്ട്. എന്ന് പക്ഷേ നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് നിഗളിക്കാനൊന്നുമില്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നുവെങ്കിൽ പൂങ്കാവിൽ എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളോട് പറയട്ടെ, ഈ ആയുസിൽ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുന്ന, ഇവിടെ മരണം കൊണ്ട് അവസാനിക്കേണ്ട ഒരു ബന്ധമല്ല എനിക്കും നിനക്കും വേണ്ടി ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു നിത്യമായ ബന്ധമാണ്. ആ നിത്യമായ ബന്ധത്തിലേക്ക് നിങ്ങളെ ചൂണ്ടുന്ന ഒരു മനോഹരമായ സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശം. പൂങ്കാവുകാരും സുവിശേഷം കേൾക്കാത്തവരല്ല. എന്തിനാണ് വീണ്ടും വീണ്ടും ഈ സുവിശേഷത്തിന്റെ വക്താക്കളായി വീണ്ടും വീണ്ടും വന്ന് പറയുന്നത്? മരണം നിന്റെ മുഖത്ത് തപ്പുന്നതിന് മുമ്പ്
നിത്യരക്ഷ കരഗതമാക്കണം. അത് ക്രിസ്തുയേശുവിൽ കൂടി മാത്രമാണ് സാധ്യമാകുകയുള്ളൂ. ഒരുപക്ഷെ ആളുകൾ പറയും ഇതൊരു മതപ്രസംഗത്തിന്റെ ഭാഗമാണെന്ന്. ഇതൊരു മതപ്രസംഗമല്ല, ഇതൊരു മാർഗത്തിന്റെ പ്രസംഗമാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് എ റെവലേഷൻ ആണ്. ഇതൊരു വെളിപ്പാടാണ്, ഇതൊരു മാർഗമല്ല. ഇതൊരു മാർഗമാണ്, മതമല്ല. അപ്പൊ ചോദിക്കും, ഞങ്ങൾ കണ്ടുവന്നതും കേട്ടു വന്നതും അറിഞ്ഞു നോക്കിയതും മതമാണെന്നാണല്ലോ. എൻ്റെ ശ്രോതാക്കളെ, നമ്മൾ കേട്ട പലതും പല പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ പേരും നമുക്ക് തൊണ്ട തൊടാതെ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ ഇന്ന് പറയുന്ന പല പേരുകളുടെ പൂർവിക പേര് അതൊന്നും അല്ലായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തിന് ബസ്സിൽ യാത്ര ചെയ്താൽ ആയൂര് കഴിഞ്ഞ് അടുത്തൊരു സ്ഥലമുണ്ട്, ചടയമംഗലം എന്നാണ്. പക്ഷെ പണ്ടത്തെ പേര് ജഡായുമംഗലം എന്നാണ്. ജഡായുമംഗലം എന്ന് പറഞ്ഞ് പേര് ലോപിച്ചത് ചടയമംഗലമായി മാറി. ഞാനൊരുത്തം മാത്രം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നാളെ തിരുത്തുമെന്ന് എനിക്ക് വലിയ ബോധ്യമൊന്നുമില്ല. കാരണം പേര് പറഞ്ഞ് ലോപിച്ച് മറ്റൊരു പേരാകാൻ സാധ്യതയുള്ളൊരു ലോകമാണ്. പുനലൂരിനപ്പുറം വിനോദസഞ്ചാരികൾ പോകുന്ന ഒരു ഡാമുണ്ട്, തേന്മല എന്നായിരുന്നു ആ നാടിൻ്റെ പേര്. പക്ഷെ തേന്മല എന്ന് പറഞ്ഞ് പേര് ലോപിച്ചത് ഇപ്പൊ തെന്മലയായി മാറി. ഇനിങ്ങി വരട്ടെ, കരുനാഗപ്പള്ളിയിലേക്ക് പോകുമ്പോൾ ശാസ്താംകോട്ടയിൽ കരുനാഗപ്പള്ളിക്ക് യാത്ര നയിക്കുമ്പോൾ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ദേവലോകക്കര എന്നായിരുന്നു. ദേവലോകക്കര എന്ന് പറഞ്ഞ് പേര് ലോപിച്ചത് തേവലക്കരയായി മാറി. ഇനി ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് മണ്ഡലത്തിനടുത്ത് മറ്റൊരു സ്ഥലം, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു സ്ഥലം മഹാബലിക്കര എന്ന് പറഞ്ഞ് പേര് ലോപിച്ചിട്ടത് മാവേലിക്കരയായി മാറി. ഇനി കോട്ടയ്ക്കകത്ത് പറഞ്ഞ് പേര് ലോപിച്ചത് കോട്ടയായി മാറി. പണ്ടേ രാജ്ഞി പല്ലക്കിൽ യാത്ര ചെയ്തപ്പോൾ പല്ലക്കിൽ ഒന്ന് രാജ്ഞി വീണു. ആ സ്ഥലം പിന്നെ ആളുകൾ പറയാൻ തുടങ്ങി, പല്ലക്കിൽ നിന്ന് രാജ്ഞി പല്ലക്കിയിൽ വീണ സ്ഥലം പറഞ്ഞ് വീണടമായി. അത് വീണടമായി. ഇപ്പം വന്നോന്ന് അത് മീനടമായി, കോട്ടയം മീനടം. അപ്പൊ ഞാനീ പറഞ്ഞതിന്റെ കാര്യം, പണ്ട് പല പേരിൽ അറിയപ്പെട്ടത് കാര്യം ഇന്ന് പറഞ്ഞ് മറ്റൊരു പേരായി രൂപാന്തരമായെന്നേ ഉള്ളൂ എന്നതുകൊണ്ട് സത്യം തടുക്കാൻ കഴിയുമോ? ഇല്ല. 100,000 കള്ളങ്ങൾക്ക് സത്യത്തെ ചെറുതു നിൽക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തു മതമല്ല, ക്രിസ്തു മാർഗമാകുക. എന്റെ ഭാര്യമിത്രങ്ങളെ, നീ ജനിച്ചത് ക്രിസ്തീയ കുടുംബത്തിലാകാം, ഏത് കുടുംബത്തിലോ ഏത് കുലത്തിലോ ഏത് തസ്തികയിലോ ആകട്ടെ. പക്ഷേ മാനവിക സമൂഹത്തിന് ഉദാഹരണങ്ങൾ ഇടമെങ്കിൽ പാപമോചനത്തിന് വേണ്ടി ഞാൻ പാപിയാണെന്ന് വിളിച്ചപേക്ഷിക്കുന്നവർ മാത്രമേ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പുണ്യമോചനമുണ്ടാകുകയുള്ളൂ. ലോകത്തിൽ മതത്തിനും വർഗത്തിനും വർണ്ണത്തിന്റെയും പേരിൽ അടിയും ഇടിയും അക്രമങ്ങൾ നടത്തുമ്പോൾ മതത്തിന്റെയും വർഗത്തിന്റെയും നിറത്തിന്റെയും കുലത്തിന്റെയും പേരിൽ തമ്മിത്തല്ലുമ്പോൾ കൊലപാതകങ്ങളുടെ പരമ്പരകൾ ഇവിടെ അടിച്ചുവിടുകയാണ്. എന്തിനു വേണ്ടി? എന്റെ മതങ്ങളുടെ പേരിൽ. എന്റെ ശ്രോതാക്കളെ, ഏതെങ്കിലും ആക്രമണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല. നമ്മുടെ ജീവിതം മൂല്യമുള്ള ജീവിതമാണ്, വിലപ്പെട്ട ജീവിതമാണ്, പ്രാധാന്യമുള്ള ജീവിതമാണ്. നശിപ്പിക്കേണ്ട ഒന്നല്ല നമ്മുടെ ജീവിതം. കല്ലിലും കഞ്ചാവിലും ഇവിടുത്തെ മയക്കുമരുന്നുകൾക്കും എന്തിനും അതിൽക്കും ലഹരിക്കും അടിമപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ജീവിതം. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ചിന്തിക്കും, അത് അഫാന്റെ കാര്യമല്ലേ, ആഷിക്കിന്റെ കാര്യമല്ലേ, ഇന്നാളുടെ കാര്യമല്ല എന്നൊക്കെ പലതും പറഞ്ഞേക്കാം. ശ്രോതാക്കളിൽ നാളെ നിങ്ങളുടെ വീട്ടിൽ നടക്കില്ലെന്നുറപ്പ്. ഇവരാരും വിചാരിച്ചില്ല ഞങ്ങളുടെ വീട്ടിൽ നടക്കുമെന്ന് വിചാരിച്ചവരല്ല. ഒരൊറ്റ നിമിഷം മതി എല്ലാം മാറി മറിയാൻ. ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ സന്ദർശിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. ചിലർ പറയുന്ന കാര്യമുണ്ട്. കളിയിടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഒറ്റ ദിവസം കൊണ്ടാണ് എന്റെ ചിത്രം മാറി വരുന്നത്. ആരോഗ്യത്തോട് നടന്നൊരു മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിത്രം മാറി വരുന്നത്. ശ്രോതാക്കൾ, ഒറ്റ നിമിഷം മതി നമ്മുടെ ജീവിതം അപ്പാടെ തകർന്നുടയാൻ. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ പ്രാധാന്യം എന്തെന്നറിയണ്ടേ? മരണം കൊണ്ട് ഇവിടെ അവസാനിക്കുന്ന ബന്ധമല്ല, നിത്യമായ ബന്ധം വിഭാവനം ചെയ്യുന്ന ഒരു മനോഹരമായ മാർഗം പൂങ്കാവി ഞങ്ങൾ ഉയർത്തട്ടെ. അത് സുവിശേഷത്തിന്റെ മാർഗമാണ്. മുഖം മൂടി ധരിച്ചത് കൊണ്ട് മുഖത്തിന്റെ വൈരൂപ്യം മറയ്ക്കാൻ കഴിയില്ല. പൂണൂലിട്ടത് കൊണ്ട് പുണ്യവാളനാകുകയില്ല. മന്ത്രമുടിക്കഴിച്ചത് കൊണ്ട് മനുഷ്യത്വം ഉണ്ടാകുകയില്ല. ഛത്രദീപം കൊളുത്തിയത് കൊണ്ട് മനുഷ്യാത്മാവിന് വെളിച്ചം തട്ടുകയുമില്ല.
ഞാനിത് പറഞ്ഞത് കേട്ടോണ്ട് ആരും എന്നെ മണ്ടയ്ക്ക് തട്ടിക്കയറാൻ പറയേണ്ട കാര്യമില്ലേ. കണ്ണീരും കിനാവ് എന്ന പുസ്തകത്തിൽ വീട്ടിൽ പട്ടതിരിപ്പാട് എഴുതിയ ഒരു ഭാഗം ഞാനിവിടെ ഉദ്ധരിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ പട്ടതിരിപ്പാട് എഴുതിയ പുസ്തകം 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പുസ്തകമാണ്. DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. എന്തായാലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ DC ബുക്സിനെതിരെ പോയി കേസ് കൊടുത്തോണം. കാരണം DC ബുക്സ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് എനിക്കത് വായിക്കേണ്ടി വന്നത്, വായിച്ചുകൊണ്ട് എനിക്കത് പറയേണ്ടി വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പായി പറയാം, പൂർവ്വമിട്ടത് കൊണ്ട് പുണ്യമാകണമെന്നില്ല, മുഖം മൂടി ധരിച്ചതുകൊണ്ട് മുഖത്തിന്റെ വൈദ്യുതി മറയ്ക്കാൻ കഴിയില്ല. നമ്മൾ കാണിക്കുന്ന ഏത് നാട്യങ്ങളാകട്ടെ അഭിനയങ്ങളാകട്ടെ ഇതുകൊണ്ടൊന്നും ലക്ഷ്യസാധ്യമല്ല. കാൽവറിയുടെ കൊലക്കളത്തിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമാണ് പാപമോചനമുള്ളതെങ്കിൽ ഞങ്ങൾ ഒരുപാട് ബിരാനും മാലിനും വരുമാനം പറയും. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനസ്സിന് നൽകപ്പെട്ട ഒരൊറ്റ നാമം, അത് ക്രിസ്തുവിന്റെ നാമമാണ്. എന്റെ സഹാക്കളുടെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ ജീവിച്ചെല്ലാം അസ്തമിച്ചുകൊണ്ട് ജീവിതം വലിയ വഴിയാധാരമാകുന്നുവെന്ന് നിരാശയോടെ ചിന്തിക്കുകയാണ്. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അപ്പാടെ മാറി പറഞ്ഞുകൊണ്ട് നാളെ എന്താകുമെന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഭാവിയായി ആറ്റുനോക്കി വളർത്തുന്ന മക്കൾ തിരിയുന്നതിന് മുമ്പ്, തലമുറകൾ എതിരാകുന്നതിന് മുമ്പ്, ജീവിതത്തിന്റെ സായാഹ്നത്തിൽ മരണം നിന്റെ മുഖത്ത് തപ്പുന്നതിന് മുമ്പ്, ഇതാ ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. മാനസിക സമ്മർദ്ദങ്ങൾ പെരുകുന്ന ഈ കാലത്ത് സമ്മർദ്ദങ്ങൾക്കും സംഘർഷങ്ങൾക്കും സംഘടനകൾക്കും ഇടപെട്ടുകൊണ്ട് പലരും ഡിപ്രഷനുകളും മാനസിക രോഗികളായി മാറുന്ന കാലത്ത് സ്വന്തക്കളെ ജീവിതം ഒന്നിനാലും അവസാനിപ്പിക്കരുത്. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. കാരണം കണ്ടില്ലേ, ഇന്നലെയാണ് സ്വന്തം 2.5 വയസ്സുള്ള ദീർഘകാലങ്ങളായി ഒരു മക്കൾ വേണമെന്ന് ആഗ്രഹിച്ച ഒരു കുഞ്ഞിനെ കിട്ടി. 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നിട്ട് അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്തു. ആ സഹോദരനും സഹോദരിയും. കാരണം പ്രാഥമിക റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടു. ഇങ്ങനെയാണ് പുറത്തുവിട്ടത്: കാലങ്ങളായി ആഗ്രഹിച്ചൊരു കുഞ്ഞിനെ കിട്ടി. പക്ഷെ പെട്ടെന്ന് ഈ സഹോദരൻ ഒരു ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു. ഇനി എന്തിനു ജീവിക്കുന്നു? രോഗം പേറിക്കൊണ്ടിരുന്ന ആളെ എങ്ങനെ കുഞ്ഞിനെ പുലർത്താൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ ശ്രോതാക്കളെ ഒരു പിടി കഴിവിൽ അവസാനിക്കാനാണ് ഇതിന്റെ ജീവിതം. ആത്മഹത്യ പ്രവൃത്തമായി എന്തിന് ജീവിക്കുന്നു? ഇനി ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും നിന്നെ വേണ്ടെങ്കിലും യേശുവിന് നിന്നെ വേണമെന്ന് പൂങ്കാവിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കാരണം ഞങ്ങൾ ഏതെങ്കിലും മിത്തോളജിയുടെ പിന്നിൽ അണിനിരുന്നവരല്ല, ഐതിഹ്യങ്ങളുടെ പിന്നിൽ അണിനിരുന്നവരല്ല, കെട്ടുകഥകളുടെ പിന്നിൽ അണിനിരുന്നവരല്ല. പിന്നെ വിശുദ്ധ വേദപുസ്തകത്തിലൊരു വേദസൂത്രം: ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിക്കുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, പിന്നെയോ ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് അത്രയെങ്കിൽ ഞങ്ങളൊരു നിർമ്മിത കഥകളെ പ്രഖ്യാപിക്കുകയല്ല. ഞങ്ങളൊക്കെ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങളെയൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ച ഉജ്ജ്വലമായ സന്ദേശമാണ്. സഖാക്കളെ, നമ്മളൊക്കെ സഹോദരങ്ങളാണ്. ആ സ്നേഹം, ആ സഹോദര ബന്ധത്തോടെ ഞാൻ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാൻ പോകുമ്പോൾ സഖാക്കളെ, ബൈബിളിൽ ഒരു മനോഹരമായ പുസ്തകമുണ്ട്. പണ്ഡിതപരിണത പൗലോസ്ലീഹയുടെ പ്രഭാഷണമാണ്. അടിയപകത്തുന്നിൽ വെച്ചുകൊണ്ടുള്ള, അകയിലിൽ വെച്ചുള്ള, ഏതൻസിൽ വെച്ചുള്ള പ്രഭാഷണമാണ്. 5-ാം നൂറ്റാണ്ടിൽ പെരിക്ലീസ് യുഗകാലത്ത് സ്വാതന്ത്ര്യ സമാന്തര നഗരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മനോഹരമായ നാട്ടിൽ അരിസ്റ്റോട്ടിലും സോക്രട്ടീസിനും പൈതഗോറസിനും ഡെമോക്രിറ്റസിനും യൂറിപ്പിഡസിനും സോഫോക്ലീസ് അടക്കമുള്ള എണ്ണമറ്റ ഗ്രീക്ക് ദാർശനികന്മാർക്ക് ജന്മം നൽകിയ നാട്ടിൽ നിന്നുകൊണ്ട് പൗലോസ് ഉജ്ജ്വലമായ പ്രഭാഷണം and hath made of one blood all the nations of what number on all the face of the earth. ഭൂതലത്തിൽ എന്നും കൂടി ഇരിപ്പാൻ തക്കവണ്ണം അവൻ ഒരുത്തൻ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കിയുണ്ട്. ലോകത്തുള്ള 800 കോടി പരന്ന ജനതയും ഒരൊറ്റനത്വത്തിലെ പുറവികൊണ്ട് തെളിയിക്ക് നൽകുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. സഹോദര സഹോദരി, താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കിടകമ്പോളങ്ങളിൽ, ഓട്ടോസുഖങ്ങളിലാണെങ്കിൽ, ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസത്താൽ, വേദനയോടെ, നിരാശയോടെ ഞങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ സന്തോഷം നൽകാൻ കഴിയുന്ന, സമാധാനം നൽകാൻ കഴിയുന്ന, നിത്യരക്ഷ നൽകാൻ കഴിയുന്ന, നിത്യാനന്ദം നൽകാൻ കഴിയുന്ന, നിത്യസമാധാനം നൽകാൻ കഴിയുന്ന സമാധാന പ്രഭുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുന്ന സർവ്വ ദേശത്തെ ധാരാളമായി അനുഭവിച്ചിട്ടുണ്ട്.